ഹലോ ഗൈസ്, ഹായ്. ഇന്ന് ഒരു പുതിയ വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് സൂര്യയുടെ ഗ്രാജുവേഷൻ ഡേ ആണ്. അപ്പോൾ അവിടെ ഇന്ന് പോകണം. അപ്പോൾ കറക്റ്റ് ഇന്നായപ്പോൾ ചെറിയൊരു തൊണ്ടവേദന, സൗണ്ടൊക്കെ മാറിയിരിക്കുകയാണ്. ഞാൻ ഇതാ വർക്ക് കഴിഞ്ഞ് നേരെ വരുന്നു. വന്നിട്ട് ഇപ്പോൾ സമയം ഒരു രാവിലെ 6 മണിയായിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ട് കുളിക്കുന്നു, കഴിക്കുന്നു, റെഡിയാവുന്നു, നേരെ പോകുന്നു. ഇതാണ് പരിപാടി. അവിടെ പോയി അവിടെ 9 മണിക്ക് എന്തോ ഗേറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ കയറണം. എന്ന് എപ്പോൾ ഉറങ്ങാൻ പറ്റും എന്നുള്ള കാര്യം അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ ബാക്കിയുള്ള വിശേഷം നമുക്ക് വഴിയെ കാണാം. പിന്നെ ഞാൻ വീടെത്തി. ഇന്ന് ലീവ് എടുത്തിട്ടാണ് ഗ്രാജുവേഷന് പോകുന്നത്. അപ്പോൾ രാവിലെ എണീച്ച് നമ്മൾ നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഉറക്കമില്ല. അതുകൊണ്ട് നമ്മൾ രാവിലെ എണീക്കാൻ ഉറങ്ങിയില്ല. ഉറങ്ങാതെ എങ്ങനെ എണീക്കണത് മനുഷ്യൻ? ഇതെങ്ങനെ മനസ്സിലായി? ഇറ്റ്സ് കോൾഡ് കോമൺ സെൻസ്. അങ്ങനെ അതുകൊണ്ട് കൊച്ചുറങ്ങാതെ ഇവിടെ എനിക്ക് വേണ്ടിയുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒരു മാറ്റവും ഇല്ലല്ലോ ഭ്രാന്തി നിനക്ക്. ഓക്കെ, ഇതിൽ നോക്കിയാൽ കേക്കല നീ പറയണത് എൻ്റെ മൈക്കിൽ ഞാൻ ഹീറ്റ്ലെസ് കോൾസ് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ മൈക്ക്. ഞാൻ ഹീറ്റ്ലെസ് കളിച്ച് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇത് വച്ചിരിക്കുന്നത്, സോക്സ്. ഇനി ഇത് അയക്കുമ്പോ കാണാം. അവിടെ നമ്മളെ ഓസ്മോയിലെ ആദ്യത്തെ വീഡിയോ, ആദ്യത്തെ വ്ളോഗ് അല്ല, ആദ്യത്തെ. അതെ, പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം, സെറ്റ് ചെയ്യാന്ന്. കറക്റ്റാ അവന് തൊണ്ടടിച്ച് പോയിരിക്കുകയാണ് ഗായ്സ്. ഇതേപോലെ നമ്മൾ ഫസ്റ്റ് വ്ളോഗ് തുടങ്ങി അല്ല, അത് വയനാട് ട്രിപ്പ് പോകണ സമയത്താണ്. അപ്പോൾ ഇനിയൊന്നുമില്ല, നമ്മൾ നേരെ ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിച്ചിട്ട് ഇത് മറന്നു പോകണല്ല. ഫുഡ് കഴിച്ചിട്ട് റെഡിയാവുന്ന സമയമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇന്ന് അവർക്കുണ്ട്, ആർച്ചയ്ക്കും ഗ്രാജുവേഷനാണ്, അത് സെയിം ഡേ ആണ്. അപ്പോൾ അവരിപ്പോൾ ഉറങ്ങുകയാണ്. അപ്പോൾ അവരെ എണീക്കണ മുന്നേ നമുക്ക് റെഡിയായി ഒന്ന് കുളിച്ച് റെഡിയായിട്ട് ഇറങ്ങണം. അതെ. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ഫിറ്റ്. ഒന്ന് കാണാം. പക്ഷെ കാലൊന്നും കാണിച്ചില്ല. കാലൊന്നും ഇങ്ങനെ അങ്ങോട്ട് സൂര്യ വിശപ്പ് കാരണം കഴിക്കുകയാണ് ഗൈസ്. ഇവർ ഇറങ്ങിയിരിക്കുകയാണ്. ആർച്ച ചെയ്ത കിടിലം ലുക്കിൽ ഇത് ആർച്ച ഇവിടെ നിൽക്കുകയാണ്. ലൈറ്റ് ഒന്ന് കൂട്ടിയിട്ട് ഇപ്പം എല്ലാം വെട്ടം വീണത് കാണാം. ആർച്ച ചെയ്ത കിടിലം. നിങ്ങൾ രണ്ടുപേരും ഒരേ വീട്ടിൽ നിന്നാണ് വന്നത്, ഒരു കളറൊക്കെ ഇട്ട്. ഇതാ ചേട്ടൻ ഇതാ ഒരുങ്ങി നിൽക്കുകയാണ്. ചേട്ടൻ മുടിയൊക്കെ വെട്ടി കുട്ടപ്പനായിട്ട് നിൽക്കുകയാണ് ഗൈസ്. നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തിയ സോപ്പിടൊന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ സുന്ദരനാണെന്ന്. നമ്മളങ്ങനെ ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ഊബർ ബുക്ക് ചെയ്തു. കൊടുക്കാൻ തണുപ്പ്, ജാക്കറ്റൊന്നും എടുക്കണ്ട. നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോസ് കാണാം. എന്റെ ഉടുപ്പ് കാണാൻ പറ്റില്ലല്ലോ. എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല പറയാൻ. അപ്പോൾ ശരി, ബൈ. സന്തോഷമുണ്ട്. അത് ഇതുവരെ എത്തിയതിൽ ദൈവത്തിനോടും പെട്ടെന്ന് എന്തൊരു കഥ പെട്ടെന്ന് പറഞ്ഞു ഭർത്താവിനോടും കടപ്പെട്ടിരിക്കുന്നു. താങ്ക്സ്. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. സൂര്യയും അവരങ്ങ് പോയിരിപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമ്മളിവിടെ വേറെ ഗാലറിയിൽ ഇരിക്കുകയാണ്. സെറ്റപ്പൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട്. ഇതാ ശ്രീരാജ് ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്.
ചേട്ടാ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ലടാ, സന്തോഷം മാത്രം. ചിരിക്കുകയാണോ കരയുക? സംഭവം കൊള്ളാം, അടിപൊളിയാണ്. കുറേ ആൾക്കാരുണ്ട്. ഹായ്, ഇതിൽ കളിക്കാൻ തന്നെ രസമുണ്ട്. അതെ ഗൈസ്, അങ്ങനെ നമ്മളിവിടെ അവരെയും കാത്തിരുന്ന് വെയിറ്റ് ചെയ്യണം. ഇതുവരെ പരിപാടി തുടങ്ങിയില്ല. ഇവിടെ ഇവർ പറയുന്നത് 2 മണിക്കൂർ പ്രസംഗമുണ്ട്. അതിനുശേഷം പിന്നീടാണ് ഇവരുടെ ഈ സർട്ടിഫിക്കറ്റ് ദാനം ചെയ്യുന്നത്. അത് അവരെ തന്നെ സ്വന്തമായിട്ട് പേര് വിളിച്ചിട്ട് അവരെ തന്നെ പോയി സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വരണമെന്നാണ് പറയണത്. ഒന്നും അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരണുണ്ട്. അതെ ഗൈസ്. Lincoln College and President and CEO Rob Curtis. Alicia. Sandeep Singh. Joe Singh. Chin up, shoulder down, chin down, eyes open, ready. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ പ്രത്യേകിച്ച് എന്താ പറയുക, അവിടെ നമ്മളിപ്പോൾ വീഡിയോ കണ്ടല്ലോ, അവൾ സർട്ടിഫിക്കറ്റ് ഇറങ്ങിയതിന് ശേഷം അവിടെ കുറച്ച് നേരം അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരിറങ്ങി കുറേ ഫോട്ടോഷൂട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇന്നലെ ഒട്ടും ഉറങ്ങാത്തതുകൊണ്ട് ഏകദേശം ഒരു 24 മണിക്കൂറിൽ കൂടുതലായി നമ്മൾ ഉറങ്ങിയിട്ട്. അങ്ങനെ ഇരുന്ന് ഇവർ ഈ പ്രസംഗം കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ ഇരുന്ന് അവിടെ ഇരുന്ന് ഉറങ്ങി കുറച്ച് നേരം. പിന്നെ ഞാൻ വിചാരിച്ചില്ല കുഷൻ സീറ്റ് അങ്ങനെ സെറ്റപ്പ് ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനത്തെ ഒന്നുമല്ല. ജസ്റ്റ് നമ്മൾ സ്റ്റേഡിയത്തിലൊക്കെ ഇരിക്കണം അങ്ങനത്തെ ഒരു കസേരയായിരുന്നു. അവിടെ ഇരുന്ന് തന്നെ കഴുത്തൊക്കെ വേദനയായിരുന്നു. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ വന്നു ഒരു ഉച്ചയ്ക്ക് 1:30 ആയപ്പം കഴിഞ്ഞ് വീട്ടിലെത്തി നമ്മൾ കഴിക്കാൻ ഫുഡൊന്നുമില്ല. പിന്നെ പുറത്ത് പോയി ഫുഡ് വാങ്ങിച്ച് കഴിച്ച് വന്ന് കിടന്ന ഒരു ഉറങ്ങിയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ്. ഇങ്ങനെ ഉണ്ടായിരുന്നു ഗ്രാജുവേഷൻ. നല്ല ഹാപ്പി ആൻഡ് പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു. ഇത്ര 2 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് പറ്റില്ല. എന്നാലും പഠിച്ചെന്ന് പറഞ്ഞാൽ നീ കഷ്ടപ്പെട്ടെന്ന് ഞാൻ പറയാനില്ല, നീ പഠിച്ചു എന്ന് പറഞ്ഞാണ് ഞാൻ പറഞ്ഞത്. പരീക്ഷയൊക്കെ ജയിച്ച് അങ്ങനെ അവസാനം ഗ്രാജുവേറ്റ് ആയി. സന്തോഷമുണ്ട്. ബിക്കോസ് ആ ജോലിയും ക്ലാസ്സും എല്ലാം കൂടെ ഭയങ്കര ടെൻഷനും
പ്രഷറൊക്കെ ആയിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇവിടെ വന്നിട്ട് ജോലി കിട്ടിയപ്പം തൊട്ട് ഞാൻ നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്യണത്. ഞാൻ നമ്മളിവിടെ ഇപ്പം 1.5 വർഷം കഴിഞ്ഞ് ഇതുവരെ വന്നപ്പം തൊട്ട് ഇതുവരെ ഇപ്പോഴും വരെ നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പം നമ്മൾ ഇന്ന് ഈ രാവിലെ ഒരു 8, 9, 10 മണിയൊക്കെ കാണുന്നത് 1 വർഷം കഴിഞ്ഞിട്ടാണ്. പിന്നെ ഇപ്പം അതുകൊണ്ട് നമ്മളിപ്പം രാത്രി ഒന്നും നമുക്ക് ഉറങ്ങാൻ പറ്റാറില്ല. രാവിലെ ഉറങ്ങുമ്പോൾ തന്നെ ഒരു വെയിറ്റ് ചെയ്തിരുന്നത് ഞാനൊരു 3-4 മണിക്കൊക്കെ എനിക്ക് ഉറക്കമുള്ളൂ. പിന്നെ ഇവള് ചിലപ്പോൾ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ 11-12 മണിയൊക്കെ ആകും. പിന്നെ അതിനുശേഷം പിന്നെ കുക്കിങ്ങൊക്കെ ചെയ്ത് എല്ലാം കിടക്കുമ്പോൾ തന്നെ വീണ്ടും താമസിക്കും. പിന്നെ ഞാനും കൂടെ ഉള്ള ദിവസമാണെങ്കിൽ പിന്നെ നമ്മൾ സിനിമയെ കണ്ട് അതൊരു 4-5 മണിയൊക്കെ അതിന് ശേഷം ഉറക്കം വരുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇപ്പം. ടയേർഡായിരുന്നു ഗൈസ്. അതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിൽ വല്ലവരും ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അതെല്ലാം നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തോളൂ. നമുക്ക് ഒട്ടും വയ്യായിരുന്നു. അവിടെ നിൽക്കാനേ പറ്റില്ല. ഒടുക്കത്തെ തണുപ്പും കൂടെ. പുറത്തിറങ്ങി ഫോട്ടോ എടുക്കാമെന്ന് വെച്ചാൽ ഒടുക്കത്തെ തണുപ്പ്. ജാക്കറ്റ് ഒന്നും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ 2x ഉള്ളതുകൊണ്ട് എല്ലാവരും കിട്ടിയില്ല ഓസ്മോയിൽ. പിന്നെ ഫോണുള്ളതുകൊണ്ട് ഇവരുടെ ബാക്കി വീഡിയോ ഒക്കെ ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ അതിനുശേഷം പിന്നെ അവിടെ ഫുൾ തിരക്കൊക്കെ ആയതിനു ശേഷം പിന്നെ എനിക്ക് വീണ്ടും ഈ ഓസ്മയൊക്കെ എടുത്ത് കാണിച്ച് വ്ളോഗൊക്കെ എടുക്കാൻ എനിക്കൊരു എന്തോ ഒരു സംഭവം വന്നു. നമ്മൾ ഇൻവെർട്ടറാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാധനം. അതുകൊണ്ട് എല്ലാവരും ഇറങ്ങിയതിന് ശേഷം ഇപ്പം 12:30 നമ്മൾ ഈ കൺക്ലൂഷൻ വീഡിയോ എടുക്കുകയാണ് ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ വിചാരിച്ചതുപോലെ ഗ്രാജുവേഷൻ പൂർത്തിയായി. ഇനി അടുത്ത സ്റ്റെപ്പ് വയ്ക്കണം. ഇവിടെ അങ്ങനെയല്ല, ലൈഫിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഒന്നുമില്ല. ഇപ്പോൾ ജോലിയാണ്, അതേപോലെ തന്നെ വീണ്ടും ജോലിക്ക് പോകണം. അത് തന്നെ, വേറെ ഒരു മാറ്റം. കോളേജിൽ പോകണമെന്ന് ഒറ്റ കാര്യമുള്ളൂ. പക്ഷെ വെട്ടിയെ പോലെ പണിയാണ്, അത്രയേ ഉള്ളൂ. വേറെ ഒരു മാറ്റവും ഇല്ല ഇത്. അത് തന്നെ. പിന്നെ ഇവളിപ്പം ഒരു ഈ രാത്രി ഉറങ്ങാതെ ഇപ്പോൾ രാവിലെ പല ടൈമിലായിരിക്കും കോളേജ് ഉണ്ടായി. രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇനിയിപ്പം കോളേജിൽ പോയി കിടന്ന് ഉറങ്ങണ്ട, അങ്ങനത്തെ ഒരു ഇത് മാത്രമേ നിനക്കുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഞാൻ വ്യത്യാസമില്ല. അതേ കേസ്. അപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല. ഇതാണ് നമ്മുടെ വീഡിയോ, ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇനിയിപ്പം വരുമെന്ന് അറിഞ്ഞുകൂടാം. എന്നാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. സുഖനിദ്ര. അത് തന്നെ. ബൈ, ടാറ്റാ.